ഹായ് ഗായ്സ്, എന്നൊരു പഴഞ്ഞിക്കടയാണ്. അപ്പം ഞാൻ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു കൊതി പഴഞ്ഞി കുടിക്കാൻ. അപ്പോൾ നമുക്ക് പഴഞ്ഞി കുടിക്കാം. അമ്മ അവിടെ പഴഞ്ഞിക്കുള്ള എല്ലാം പപ്പടമൊക്കെ പിടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴഞ്ഞി കുടിക്കാം. അപ്പം നമുക്ക് ആദ്യം ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് പഴഞ്ഞിച്ചോറ് ഒഴിക്കാം. അങ്ങനെ ചോറൊഴിച്ചു. ഇത്ര മതിയോ? കുറച്ച് വെള്ളവും കൂടി നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി അതിലോട്ട് ഒഴിച്ചു. അടുത്ത നമുക്ക് തൈര്, നല്ല കട്ട തൈര് കേട്ടോ, വീട്ടിൽ തന്നെ ഉറകാച്ചി ഒഴിച്ച കട്ട തൈര്. ഇത്രയും മതിയോ? അങ്ങനെ തൈര് ഒഴിച്ചു. പിന്നെ നമുക്ക് നെല്ലിക്ക, ഉപ്പിലിട്ട് നെല്ലിക്ക, നമ്മളെ വീട്ടിലെ നെല്ലിക്കയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നെല്ലിക്കയുടെ ചാറും പച്ചമുളകും കൂടെ അത് നമ്മൾ ഇട്ടു. അതിനുശേഷം നെല്ലിക്ക അച്ചാർ 2-3 കഷ്ണം നെല്ലിക്ക അച്ചാറും ഇട്ടു. ഇന്നിപ്പം പൈനാപ്പിൾ പച്ചടി വെച്ചു കേട്ടോ. അങ്ങനെ അതിൽ നിന്നും കുറച്ച് പൈനാപ്പിൾ പച്ചടി വെച്ചു. അതിനുശേഷം കുറച്ച് സവാള, ഇതുപോലെ സവാള അരിഞ്ഞ് ഉപ്പും ഇട്ട് എടുത്തായിരുന്നു. അപ്പോൾ അതും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചായിരുന്നു, ഒരു പപ്പടവും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീൻ വറുത്തത് ഉണ്ട് കേട്ടോ. ചൂരയായിരുന്നു, ചൂരക്കറിയും വെച്ചായിരുന്നു. ചൂരക്കറിയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ മീനിൻ്റെ 2 കഷ്ണം മീൻ പൊരിച്ചതും കൂടി അതിൽ വെച്ചു. പിന്നെ ചോറിനായിട്ട് വെച്ച് ബീൻസിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പും കൂടി ഒഴിച്ചു, ശകലം ഉപ്പിൻ്റെ നീരൊഴിച്ചു. അതിന് ശേഷമാണ് ബീൻസ് തോരനും കൂടി അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ അറ്റത്തായിട്ട് ബീൻസിൻ്റെ തോരനും കൂടി വെച്ച് കൊടുത്തു. അപ്പം ഇവിടെ പഴഞ്ഞി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാം. ഇങ്ങനെ അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. ഇങ്ങനെ കുഞ്ഞാറ്റ കുടിക്കുകയാണ് കേട്ടോ. പറഞ്ഞു കഴി. ആദ്യം കുറച്ച് പപ്പടം എല്ലാം കൂടെ എടുത്ത് കഴി. അങ്ങനെ നെല്ലിക്കയൊക്കെ എടുത്ത് കഴിച്ച് കുഞ്ഞാറ്റ ആസ്വദിച്ച് പഴഞ്ഞി കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അവൾ ആ പഴഞ്ഞി ഫുള്ള് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഫുള്ള് കഴിച്ചു. അങ്ങനെ അനിയത്തി അപ്പോഴും ഉറക്കണീറ്റില്ല, ലേറ്റായാണ് കാപ്പി കുടിച്ചത്. അപ്പോഴത്തേക്ക് അവൾക്കും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ചട്ടിയിൽ അതേപോലെ ഒന്നും ചെയ്ത് ചോറും ഈ പറഞ്ഞ കറികളെല്ലാം സെറ്റ് ചെയ്ത് പപ്പടവും വെച്ച് കൊടുത്തു. അങ്ങനെ അവർക്കും കൊടുത്തു, അവളും കുടിച്ചു. അങ്ങനെ മീൻ പൊരിച്ചതും നെല്ലിക്കയും ഒക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് പറയാനും പറഞ്ഞ് കഴിച്ചു നോക്കിയത് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സൂപ്പറാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. ബൈ.